ആർക്കാണ് ആഖിറത്തെ പറ്റി ചിന്തയുള്ളത്? ആർക്കാണ് പരലോകത്തെ പറ്റി ഭയമുള്ളത്? ഈ ദുനിയാവിൽ കള്ളുകുടിച്ചുകൊണ്ട് നടന്നവരല്ലയോ? മാതാപിതാക്കളെ തൃണവൽഗണിച്ചവരല്ലയോ? സ്വന്തം ഭാര്യയെ ചീത്ത വിളിച്ചവരല്ലയോ? ഭർത്താവുമായി വഴക്കടിച്ചതാകുന്ന സഹോദരിമാരല്ലയോ? ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ മറ്റുള്ള പരസ്ത്രീകളുമായി ബന്ധം പുലർത്തിയിട്ടുള്ള പുരുഷന്മാരല്ലയോ? സ്വന്തം ഭർത്താവിന്റെ സ്നേഹം കൊടുക്കാതെ മറ്റുള്ള കാമുകന്മാരുമായി താല്പര്യപൂർവ്വം വിരിപ്പ് വിരിച്ചുകൊണ്ടുറങ്ങിയതാകുന്ന സഹോദരിമാരല്ലയോ? വാട്സാപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട് അശ്ലീലതയുടെ ലോകത്തേക്ക് തിരിഞ്ഞതാകുന്ന സഹോദരിമാരല്ലയോ? വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ. ഞങ്ങൾക്ക് ആഖിറത്തെ പേടിയില്ല, ഞങ്ങൾക്ക് പരലോകത്തെ ഭയമില്ല. മരണം ഞങ്ങൾക്ക് പുല്ലാണ്, ഖബർ ഞങ്ങൾക്ക് ഭയമില്ലാത്തതാണ്. ഖബറിലെ ശിക്ഷയെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരുവിധ ഭയപ്പാടുമില്ല. ഞങ്ങൾക്ക് മഹ്ശറയെ കുറിച്ച് യാതൊരു ബോധ്യവുമില്ല. മഹ്ശറാബൻ സഭയെ കുറിച്ച് ആർക്കാണ് ചിന്തയുള്ളത്? ആർക്കാണ് ചിന്തയുള്ളത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായിയായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു അത്രേ, അബ്ദുല്ലാഹ്, നീ ഖുർആൻ എനിക്കൊന്ന് ഓതി തരുമോ? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബിയേ നബിയേ വഖദ് ഉൻസില ഇലൈക്കൽ ഖുർആൻ, തങ്ങൾക്കല്ലേ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ഖുർആൻ ഞാൻ എങ്ങനെയാണ് ഓതുന്നത് നബിയേ? തങ്ങൾക്കല്ലേ ഖുർആൻ അല്ലാഹു ഇറക്കി തന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ, അബ്ദുല്ലാഹുവിന്റെ റസൂലിനോട് ഉടനെ നബി തങ്ങൾ കൃത്യമായി മറുപടി കൊടുക്കുകയാണ്, അബ്ദുല്ലാഹ്, ഞാൻ അല്ലാത്ത മറ്റൊരാളിൽ നിന്ന് ഈ ഖുർആനിനെ ഓതി കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. റസൂലുള്ളാഹ് പറഞ്ഞു നിർത്തേണ്ട താമസം റസൂലുള്ളാഹിന്റെ ഇഷ്ടത്തിന് ഖുർആൻ ഓതുകയാണ്. 4 പേരാണ് ഖുർആൻ വൃത്തിയായി ഓതുന്ന സ്വഹാബത്ത്. ഏറ്റവും മനോഹരമായി ഓതുന്ന കാര്യങ്ങൾ അൽ ഖുർആഉൽ അർബഅ. അതിൽ പ്രമുഖനാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പരിശുദ്ധമായ ഖുർആൻ ലോകത്ത് ആദ്യമായി പരിശുദ്ധ കഅബയുടെ പരിസരത്ത് പരസ്യമായി ഓതിയിട്ടുള്ള വ്യക്തിയാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജുമു വശജറു യസ്ജുദാൻ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ കഅബയുടെ പരിസരത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ആരും മടിച്ചു നിൽക്കുന്ന സമയത്ത് പരസ്യമായ കഅബയുടെ പരിസരത്ത് വെച്ചുകൊണ്ട് പരസ്യമായി ഖുർആൻ ഉറക്കെ പാരായണം ചെയ്തപ്പോ കരണത്ത് അടി കിട്ടുകയാണ്. ആ അടിയുടെ ആഘാതത്താൽ ചെവിക്കുറ്റി പൊട്ടുകയാണ്. ചെവിയിൽ നിന്ന് രക്തം ധാരധാരയായി പുറത്തേക്ക് ഒഴുകുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിലത്ത് വീഴുകയാണ്, ബോധരഹിതനായി വീഴുകയാണ്. അടിച്ചത് മറ്റാരുമല്ല, ശത്രുക്കളുടെ നേതാവാണ് അബൂജഹലാണ് ലഅനത്തുല്ലാഹി അലൈഹി. അവൻ്റെതാകുന്ന ശരീരഭാഷ ചെറുതല്ല, ആകാര സൗഷ്ഠവമുള്ള അംഗലാവണ്യമുള്ള അവൻ്റെതാകുന്ന കറുകറുത്ത കരങ്ങൾ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങളുടെ കരണത്ത് വന്നുകൊണ്ട് അടിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ ബോധരഹിതനായി നിലത്ത് വീഴുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് സ്വഹാബത്തിൽ ആരൊക്കെയോ പൊക്കിയെടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. ബോധം വന്നപ്പോൾ നബി തങ്ങൾ ചോദിച്ചു പോയി, എന്തിനാണ് അബ്ദുല്ലാഹ് ഇത്രയേറെ നീ വിഷമിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിക്കുകയാ, നബിയേ നബിയേ, ഇസ്ലാം ഹഖായ മതമല്ലയോ? ഇത് യാഥാർത്ഥ്യമല്ലയോ? എന്തിനാണ് മടിക്കുന്നത് നബിയേ? അതുകൊണ്ട് തന്നെ പരസ്യമായ ഖുർആൻ ഞാൻ ഓതാൻ തുനിഞ്ഞതാണ്. നബി തങ്ങൾ തലയിൽ
തടവി കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ കാതിൽ നിന്ന് നിർഗളിക്കുന്ന ചോരയുടെ ചുടുനണം കണ്ട് നബിതങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. കാലം നീട്ടിവെച്ചില്ല. പരിശുദ്ധമാക്കപ്പെട്ട ബദറിന്റെ രണാങ്കണത്തിൽ 1000-ഓളം വരുന്ന ശത്രുക്കളെ നയിച്ചുകൊണ്ട് അബൂജഹലും കൂട്ടരും ഒരു ഭാഗത്തിതാ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ നേതൃത്വത്തിൽ 313-ഓളം വരുന്ന അങ്കുലി പരിമിതമാകുന്ന സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിൽ വന്നുകൊണ്ട് അടിയുറപ്പിച്ചു നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ടതാകുന്ന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുആദ് മുഅവ്വിദ് എന്നുള്ള 2 ചെറിയ മക്കള് ബീവി അഫ്രായിന്റെ ചുണക്കുട്ടികൾ വന്ന് എന്നോട് ചോദിച്ചു, ഐന അബൂജഹൽ, കാണിച്ചു തരുമോ പ്രിയപ്പെട്ടവരെ, അബൂജഹലെ ഒന്ന് കാണിച്ചു തരുമോ? ഞാൻ കാണിച്ചു കൊടുത്തു. അതാ ശത്രുക്കടയിൽ നിൽക്കുന്നു, സ്വഹാബത്തിനെ വെട്ടിവീഴ്ത്തുന്ന അബൂജഹലിനെ കാണിച്ചു കൊടുക്കുന്നു. ഈ 2 കുട്ടികൾ വേഗം തന്നെ മുന്നോട്ട് ചെല്ലുന്നു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. അബൂജഹലിന്റെ കണങ്കാലിൽ വെട്ടിയിട്ട് ഈ മക്കൾ നിലത്തിടുകയാണ്. ഉടനടി ഞാൻ അബൂജഹലിന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് അബൂജഹലിന്റെ കഴുത്ത് വെട്ടിയെടുത്തു. അബൂജഹലിന്റെ ചെവിക്ക് പിടിച്ചുകൊണ്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ അബ്ദല്ലാഹ് അൽ ഉദ്നു ബിൽ ഉദ്നി വറഅസു സിയാദാ. അബ്ദുല്ലാഹ്, നീ ഓർക്കുന്നുണ്ടോ? നീ ഓർക്കുന്നുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് സൂറത്തുർ റഹ്മാൻ പരസ്യമായ കാബയുടെ പരിസരത്ത് നീ ഓതിയപ്പോ നിന്റെ ചെകിടത്തടിച്ച്, നിന്റെ കരണത്തടിച്ച്, നിന്റെ ചെവിക്കത്തി പൊട്ടിക്കൊണ്ട് അതിൽ നിന്ന് ചോര നിർഗളിപ്പിച്ച മനുഷ്യനാണിത്. അവന്റെ ചെവി പിടിച്ചുകൊണ്ട് നീ തൂക്കിക്കൊണ്ടുവരുമ്പോ അവന്റെ തലയിതാ നിന്റെ കയ്യിലുണ്ട്, അവന്റെ ശിരസിതാ നിന്റെ കയ്യിലുണ്ട്. ചെവിക്ക് ചെവി ഇസ്ലാമിന്റെ ശിക്ഷയാണ്. പക്ഷേ തല അധികമാണ്, അധികമാണ്. ഇസ്ലാമിനെതിരെ കൊഞ്ഞണം കുത്തുന്നതാകുന്ന ആളുകളില്ലയോ? യുക്തിവാദികളില്ലയോ? നിരീശ്വരവാദികളില്ലയോ? ആഖിറം ഖേദമാണ്, ഖേദമാണ്. ഇന്നല്ലെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ വലിയതാകുന്ന തീരാനഷ്ടം അല്ലാഹു നിങ്ങൾക്ക് നൽകുമേ. ഈ ചരിത്രം സുവ്യക്തമാണ്. ഞാൻ പറഞ്ഞു വന്നത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ അന്ന് മുതൽ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊണ്ട കാരികളിൽ പ്രമുഖനായ വ്യക്തിയാണ്. മനോഹരമായ പ്രവാചകന്റെ തിരുസവിധത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നു. മാഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ അതിൽ ലയിച്ച് നിലകൊള്ളുകയാണ്. സൂറത്തുൻ നിസാ പാരായണം ചെയ്യുകയാണ്. 41-ാം വചനത്തിലേക്ക് എത്തിയപ്പോ ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ഓ നബിയേ, നബിയേ, ഈ സമുദായത്തെ വഹിച്ചുകൊണ്ട് നാളെ തങ്ങൾ അവരുടെ നേതാവായി മഹ്ശറയിലേക്ക് വരുന്ന രംഗം തങ്ങളൊന്ന് ചിന്തിക്കണേ, ചിന്തിക്കണേ. ഓരോ സമുദായത്തെയും വഹിച്ചുകൊണ്ട് അവരുടെ നേതാക്കളാകുന്ന പ്രവാചകന്മാർ മഹ്ശറയിലേക്ക് വരുന്ന സമയത്ത് തങ്ങൾ തങ്ങളുടെ സമുദായത്തെയുമായി മഹ്ശറയിലേക്ക് വരുന്നതിനെ പറ്റി ഒന്ന് ചിന്തിക്കണേ റസൂലേ. ലോകാവസാനത്തെ പറ്റിയുള്ള വിളംബരമാണ്, മഹ്ശറയെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇതങ്ങോട്ട് കേട്ടപ്പോ നബി തങ്ങളുടെ ഹൃദയം വിങ്ങുകയാണ്, പൊട്ടിക്കരയുകയാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ